ബംഗ്ലാദേശിനെതിരായ ആദ്യ ടെസ്റ്റിൽ തുടക്കത്തിലെ തകർച്ചയ്ക്ക് ശേഷം ഇന്ത്യ കരകയറുന്നു. ഉച്ചഭക്ഷണത്തിന് പിരിയുമ്പോൾ 3-88 എന്ന നിലയിലാണ് ആതിഥേയർ. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവ് ചേരുന്നു. അനിൽ, എന്തൊക്കെയാണ് വിവരങ്ങൾ? വേണു, തുടക്കത്തിലെ തകർച്ചയ്ക്ക് ശേഷം ചെന്നൈ ടെസ്റ്റിൽ ഇന്ത്യ കരകയറുകയാണ്. ത്തിന് പിരിയുമ്പോൾ 3 വിക്കറ്റ് നഷ്ടത്തിൽ 88 എന്ന നിലയിലാണ് ഇന്ത്യ ഉള്ളത്. ഇന്ത്യക്ക് 34 റൺസ് എടുക്കുന്നതിനിടെയാണ് ആദ്യ 3 വിക്കറ്റുകൾ നഷ്ടമായത്. നായകൻ രോഹിത് ശർമ്മ 6 റൺസിനും ശുഭ്മാൻ ഗിൽ 0-നും വിരാട് കോഹ്ലി 6 റൺസിനുമായാണ് പുറത്തായത്. പിന്നാലെ എത്തിയ യശസ്വി ജയ്സ്വാളും ഓപ്പണറായിരുന്നു. ഒപ്പം തന്നെ ഋഷഭ് പന്തും ചേർന്നാണ് ഇന്ത്യയെ കരകയറ്റിയത്. ഇരുവരും ചേർന്നുള്ള പാർട്ണർഷിപ്പ് ഇപ്പോൾ 54 റൺസ് പിന്നിട്ടിരിക്കുന്നു. അങ്ങനെ 3 വിക്കറ്റ് നഷ്ടത്തിൽ 88 എന്ന നിലയിലാണ് ഇന്ത്യ. 21 മാസങ്ങൾക്ക് ശേഷമാണ് ഋഷഭ് പന്ത് ടെസ്റ്റ് ടീമിലേക്ക് തിരിച്ചെത്തുന്നത്. കാർ അപകടത്തിൽപ്പെട്ട അദ്ദേഹത്തിന് ജീവൻ നഷ്ടമാകുന്ന തരത്തിൽ വരെ ആയിരുന്നു. അവിടെ നിന്ന് അദ്ദേഹം കരകയറി വന്ന 2020 ലോകകപ്പിൽ ഇന്ത്യക്കായി മികച്ച പ്രകടനം കാഴ്ചവെച്ചു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും നല്ല പ്രകടനങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളത് ടെസ്റ്റ് ക്രിക്കറ്റിലാണ്. അദ്ദേഹം ടെസ്റ്റ് ടീമിലേക്ക് മടങ്ങി വരുന്നത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് വലിയ ആശ്വാസകരമാണ്, സന്തോഷകരമാണ്. വരാനിരിക്കുന്ന ബോർഡർ ഗവാസ്കർ ട്രോഫിയിലൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രകടനം നിർണായകമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ഈ ഇന്നിങ്സും കൂടുതൽ ആശ നൽകുന്നതാണ്. വേണം. ശരി, സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവാണ് വിവരങ്ങളുമായി ചേർന്നത്.